ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മൾ കുറച്ച് കാലത്തിന് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് വേൾഡ് ഇൻ ദ 20th സെഞ്ച്വറി, ലോകം 20ാം നൂറ്റാണ്ടിൽ. വലിയ ചാപ്റ്റർ ആണ്, എത്ര പഠിച്ചാലും തീരാത്ത ചാപ്റ്റർ ആണ്. ആ ചാപ്റ്ററിൽ എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നിങ്ങളോട് ഇന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം, അതിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചു കാണുന്ന ചോദ്യങ്ങൾ. ആദ്യം തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ആ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ചോദ്യം കണ്ടിട്ടുണ്ടാവും. ഹൗ ഡിഡ് ഇംപീരിയലിസം എഫക്ട് ദ കോളനീസ്? സാമ്രാജ്യത്വം കോളനി രാജ്യങ്ങളെ എങ്ങനെ ബാധിച്ചു എന്ന് വെച്ചാൽ യൂറോപ്യൻ ഭരണം, ബ്രിട്ടീഷുകാരും സ്പെയിനുകാരും ഫ്രഞ്ചുകാരും ഒക്കെ മറ്റു പല രാജ്യങ്ങൾ പിടിച്ചെടുത്തപ്പോൾ ആ പിടിച്ചെടുക്കപ്പെട്ട രാജ്യങ്ങളെയാണ് കോളനി എന്ന് പറയാം. അതിനെങ്ങനെയാണ് ഇത് ബാധിച്ചത് എന്നാണ് നമ്മുടെ ചോദ്യം. സോ ഒരു 4 പോയിന്റ് എങ്കിലും മിനിമം നിങ്ങൾ പഠിച്ചിരിക്കണം. ഒന്നാമത്തെ പോയിന്റ്, ട്രഡീഷണൽ എക്കണോമിക് സിസ്റ്റംസ് ഓഫ് ദി കോളനീസ് വാസ് ഡിസ്ട്രോയിഡ്. കോളനികളിലെ പരമ്പരാഗത സമ്പദ് വ്യവസ്ഥ തകർന്നു. ഒന്നാമത്തെ പോയിന്റ്. 2, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ സിസ്റ്റം വെർ റീപ്ലേസ്ഡ്. ഇത്തരം കോളനികളിൽ ഉണ്ടായിരുന്ന ഭരണ സംവിധാനം, അവിടെ ഭരിച്ചിരുന്ന രാജഭരണമൊക്കെ മാറിപ്പോയി അല്ലെ. അതുപോലെ തന്നെ അവിടുത്തെ ജുഡീഷ്യൽ സിസ്റ്റം, നിയമ സംവിധാനം, ഇതിനൊക്കെ മാറ്റം സംഭവിച്ചു. പീപ്പിൾ ഇൻ കോളനീസ് വെർ ഫോഴ്സ്ഡ് ടു കൾട്ടിവേറ്റ് ക്യാഷ് ക്രോപ്സ് ഇൻ lieu ഓഫ് ട്രഡീഷണൽ ഫുഡ് ക്രോപ്പ്. ആ നാട്ടിൽ അതുവരെ അവർ കൃഷി ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങൾ എന്താണ്? ക്യാഷ് ക്രോപ്സ് അല്ല, ഫുഡ് ക്രോപ്പാണ്. അവർക്ക് ആവശ്യമായ അരി, നമ്മൾ പറഞ്ഞ പോലെ ഗോതമ്പ് പോലുള്ള സാധനങ്ങൾ, ഭക്ഷ്യ സാധനങ്ങളാണ് ഫുഡ് ക്രോപ്പ് എന്ന് പറയാം. പക്ഷേ ഈ പിടിച്ചെടുത്ത ഇംപീരിയലിസ്റ്റ് പവേഴ്സ് അഥവാ യൂറോപ്യന്മാർക്ക് ആവശ്യം, അവരെ മാർക്കറ്റിൽ കച്ചവടം ചെയ്യാൻ ആവശ്യമായിട്ടുള്ളതാണ് ക്യാഷ് ക്രോപ്സ് ആണ്. റബ്ബർ, കോഫി, ടീ എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ സാധനങ്ങളില്ലേ. സോ അവരെന്ത് ചെയ്തു? ജനങ്ങളെ കൊണ്ട് ഫുഡ് ക്രോപ്പിന് പകരം ക്യാഷ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്തു. സോ ഭക്ഷണത്തിന് പകരമുള്ള ഭക്ഷ്യ സാധനങ്ങൾക്ക് പകരം ഇത്തരം റബ്ബറും കോഫിയൊക്കെ ഇപ്പോൾ കൾട്ടിവേറ്റ് ചെയ്തെന്ന് വിചാരിക്കാം. അപ്പോൾ എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി ആ നാടുകളിൽ നിന്നുണ്ടായി പോവേർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ബാധിച്ചു എന്ന് പറയുന്നു. നാച്ചുറൽ റിസോഴ്സസ് വേർ വൈഡ്ലി ലൂട്ടഡ്. പ്രകൃതി വിഭവങ്ങളും വ്യാപകമായി കൊള്ളയടിക്കപ്പെട്ടു. ഇത് പഠിച്ചു വെക്കാലോ, അതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരു 4 പോയിന്റ് മിനിമം നിങ്ങൾ പഠിച്ചിരിക്കണം. ഹൗ ഡിഡ് ഇംപീരിയലിസം എഫക്ട് ദ കോളനീസ്? അടുത്ത് നോക്കിയാൽ നിങ്ങൾ ഫസ്റ്റ് വേൾഡ് വാറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ? ഫസ്റ്റ് വേൾഡ് വാറിന് 2 ടീമുകളുണ്ട്. ഒന്ന് ട്രിപ്പിൾ അലയൻസ്, മറ്റൊന്ന് ട്രിപ്പിൾ എൻറ്റെന്റ് അല്ലേ. ട്രിപ്പിൾ അലയൻസ് എന്ന് വെച്ചാൽ ത്രികക്ഷി സഖ്യമാണ്. ട്രിപ്പിൾ എൻറ്റെന്റ് എന്ന് പറഞ്ഞാൽ ത്രികക്ഷി സൗഹാർദ്ദമാണ്. വേൾഡ് വാറിന് 2 ഭാഗത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട 2 ടീമുകളാണ്. വേറെയും ഒരുപാട് രാജ്യങ്ങൾ ഈ 2 വശത്തായിട്ടും ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഇതെന്ത് ചെയ്യും? ഈ രാജ്യങ്ങൾ മുഴുവൻ ഒരുമിച്ച് തന്നിട്ട് നിങ്ങളോട് പറയും, ഇതിൽ ട്രിപ്പിൾ അലയൻസിലെ ത്രികക്ഷി സഖ്യത്തിലെ രാജ്യങ്ങൾ ഏതാണ്, ട്രിപ്പിൾ എൻറ്റെന്റ് ത്രികക്ഷി സൗഹാർദ്ദത്തിൽ, ഇങ്ങനെ 2ലെയും രാജ്യങ്ങൾ ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ടൊക്കെ പറയും. ട്രിപ്പിൾ അലയൻസിൽപ്പെട്ട രാജ്യങ്ങളാണ് ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി ആൻഡ് ഇറ്റലി. ട്രിപ്പിൾ എൻറ്റെന്റ് അഥവാ ത്രികക്ഷി സൗഹാർദ്ദത്തിൽപ്പെട്ട രാജ്യങ്ങളാണ് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. നിങ്ങൾക്ക് ഇത് പഠിക്കാൻ എന്തെങ്കിലും കോഡൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും ഇത് കമന്റ് ബോക്സിൽ പറയണേ. ഓക്കെ, ഇനി എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെ വോട്ട് ആർ ദ ഇംപീരിയലിസ്റ്റ് ക്രൈസിസ്, അല്ലെങ്കിൽ ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ടാവാൻ, 1ാം ലോകയുദ്ധം ഉണ്ടാവാൻ കാരണമായ 2 റീസൺസ് അഥവാ 2 ഇംപീരിയലിസ്റ്റ് ക്രൈസിസ്, സാമ്രാജ്യത്വ പ്രതിസന്ധികൾ എന്നാണ് പറയാം. എന്ന് വെച്ചാൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ അവർ തമ്മിൽ മത്സരം ഉണ്ടായി, അവർ തമ്മിൽ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടായി. ഈ പ്രശ്നങ്ങളെയാണ് ഇംപീരിയലിസ്റ്റ് ക്രൈസിസ് എന്ന് വിളിക്കുന്നത്. സോ ഏതൊക്കെ ഇംപീരിയലിസ്റ്റ് ക്രൈസിസുകൾ, അല്ലെങ്കിൽ ഏതൊക്കെ ക്രൈസിസുകളാണ്, ഏതൊക്കെ പ്രശ്നമാണ് ഫസ്റ്റ് വേൾഡ് വാറിലേക്ക് നയിച്ചത്? ഒന്നാമത്തെ പ്രശ്നം മൊറോക്കൻ ക്രൈസിസ് ആണ്. 2 ബാൽക്കൺ ക്രൈസിസ് ആണ്. ഞാൻ വളരെ സിമ്പിളായിട്ട് ഇത് പറയാം, ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമുക്കല്ലാതെ ലൈവുകളിലാണ് അതിനെക്കുറിച്ച് പറയാം. മൊറോക്കൻ ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊറോക്കോ എന്ന് പറയുന്ന സ്ഥലത്തിന് വേണ്ടി 2 രാജ്യങ്ങളാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ഒന്ന് ഫ്രാൻസ്, മറ്റേതാരാ? ജർമ്മനി. ഫ്രാൻസ് പറയുന്നു ഫ്രാൻസ് എന്ത് ചെയ്യുന്നു? മൊറോക്കോയുടെ മുകളിൽ അവകാശവാദം, ഞങ്ങളുടെതാണ് മൊറോക്കോ എന്ന് പ്രഖ്യാപിക്കുന്നു ഫ്രാൻസ്. അതിനാരെതിർക്കുന്നു? ജർമ്മനി എതിർക്കുകയും ജർമ്മനി മൊറോക്കോ പിടിച്ചെടുക്കാൻ വേണ്ടി അവിടുത്തെ അഗാദീർ എന്ന് പറഞ്ഞ പോർട്ടിലേക്ക് ഒരു യുദ്ധക്കപ്പലൊക്കെ അയക്കുന്നു. അവസാനം ഈ പ്രശ്നം സോൾവ് ചെയ്തത് ഫ്രാൻസിന് മനസ്സിലായി മൊറോക്കോ തങ്ങളെ കയ്യിൽ നിന്ന് വിട്ടുപോകും, ജർമ്മനി പിടിച്ചെടുക്കുന്നു മനസ്സിലാക്കിയ ഫ്രാൻസിന്റെ കയ്യിലുള്ള ഫ്രഞ്ച് കോങ്കോ എന്ന് പറയുന്ന സ്ഥലം, ഏതാണ്? ഫ്രഞ്ച് കോങ്കോ എന്ന് പറയുന്ന സ്ഥലം അത് ജർമ്മനിക്ക് വിട്ടുകൊടുത്തു. ഓക്കെ, പകരമായിട്ട് മൊറോക്കോ എന്ത് ചെയ്തു? ജർമ്മനി ഫ്രാൻസിന് തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അതാണ് സംഭവം. ഓക്കെ, മൊറോക്കോയുടെ മേലെ ഫ്രാൻസും ജർമ്മനിയുമാണ് പ്രശ്നം ഉണ്ടായത്. പ്രശ്നം സോൾവ് ചെയ്തത് ഫ്രഞ്ച് കോങ്കോയുടെ ഒരു ഭാഗം ജർമ്മനിക്ക് കൊടുത്തു, ജർമ്മനി പകരം മൊറോക്കോ ഫ്രാൻസിന് തന്നെ തിരിച്ചു കൊടുത്തു. അതാണ് സംഭവം. ബാൽക്കൺ എന്ന് പറയുന്നത് ഓട്ടോമൻ ടെർക്സ് തുർക്കികൾ ഓട്ടോമൻ ടെർക്സിന്റെ കയ്യിൽ നിന്ന്
ബാൽക്കൺ പിടിച്ചെടുക്കാൻ വേണ്ടി 4 രാജ്യങ്ങൾ ചേർന്ന്, സെർബിയ, മോണ്ടിനെഗ്രോ, ഗ്രീസ് ഒക്കെ പറഞ്ഞിട്ടുള്ള 4 രാജ്യങ്ങൾ ചേർന്ന് ഒരു ടീം ഉണ്ടാക്കി. അവരുടെ ഉദ്ദേശം തുർക്കികളുടെ കയ്യിൽ നിന്നും എന്താണ്, ബാൽക്കൺ പിടിച്ചെടുക്കാൻ വേണ്ടി 4 രാജ്യങ്ങൾ ചേർന്നുണ്ടാക്കിയ ടീമിന്റെ പേര് ബാൽക്കൺ ലീഗ്. അവർ ആ ലീഗ് ഒരു ടീമൊക്കെ ഫോം ചെയ്തു. എന്നിട്ട് എന്താ ചെയ്യുന്നത്, അവര് തുർക്കികളുടെ കയ്യിൽ നിന്നും ഈ 4 രാജ്യങ്ങൾ ചേർന്ന് ബാൽക്കൺ ലീഗ് എന്ന് പറയുന്ന ടീം, 4 രാജ്യങ്ങൾ ചേർന്നതാണ് ബാൽക്കൺ ലീഗ്, അവർ തുർക്കികളുടെ കയ്യിൽ നിന്നും ബാൽക്കൺ പിടിച്ചെടുത്ത ശേഷം ഈ 4 രാജ്യങ്ങൾ തമ്മിൽ ഈ എന്താണ് ബാൽക്കണിന് വേണ്ടി പരസ്പരം അടിപിടിയായി. അതിനെയാണ് നമ്മൾ ബാൽക്കൺ ക്രൈസിസ് എന്ന് പ്രധാനമായും പറയുന്നത്. രണ്ടും പഠിച്ചു വെക്കണം. എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ, ഒന്നാം ലോക യുദ്ധത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? യുദ്ധം കഴിഞ്ഞാൽ നമുക്കറിയാം എന്തൊക്കെയാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് അല്ലേ. ഒന്നെന്താണ്, ഓവർ 10 million people lost their life or were injured in the war. അല്ലേ, ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു, അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ഒന്നാമത്തെ പോയിന്റ്, അത് എല്ലാവർക്കും എഴുതി വെക്കാൻ പറ്റും. കൃഷി നടന്ന ഉറപ്പായും അല്ലേ, കൃഷി നശിച്ചു പോവും അല്ലേ, യുദ്ധം നടന്ന ഉറപ്പായാലും കൃഷി നശിച്ചു പോവും അല്ലേ, കൃഷി സ്ഥലങ്ങൾ നശിച്ചു പോവും, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, വ്യവസായശാലകൾ തകർന്നു പോവും, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ പരസ്പരം എന്താണ് ആളുകളുടെ അല്ലെ കമ്മ്യൂണിക്കേഷൻ, വാർത്താവിനിമയ സംവിധാനം, ഇതൊക്കെ എന്തായി പോവും, തകർന്നു പോവും. ആ കാര്യം നമുക്കറിയാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി കൃഷി പോയി കഴിഞ്ഞാൽ അവിടെ ഫുഡ് ഉണ്ടാവില്ല, അപ്പോൾ അവിടെ നിന്ന് സംഭവിക്കും പോവേർട്ടി, ദാരിദ്ര്യം ഉണ്ടാവും. ഇൻഡസ്ട്രികൾ തകർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഉണ്ടാവില്ല, ജോലി ഉണ്ടാവില്ല, അപ്പോൾ നാട്ടിലെ ആൾക്കാർക്ക് തൊഴിലില്ലായ്മ ഉണ്ടാവും. ആൻഡ് ഇൻഫ്ലേഷൻ, പൈസക്ക് വാല്യൂ ഇല്ലാത്ത അവസ്ഥ, പണപ്പെരുപ്പവും ഉണ്ടാവും. ഈ പോയിന്റ് പഠിച്ചു വെച്ചോ. ആൻഡ് അതുവരെ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം അതുവരെ ലോകം കൺട്രോൾ ചെയ്ത യൂറോപ്യന്മാർ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്, തകർന്നു പോയി എന്നാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എക്കണോമിക് ഡൊമിനൻസ് ഓഫ് യൂറോപ്പ് ഡിമിനിഷ്ഡ്, യൂറോപ്യന്മാരുടെ സാമ്പത്തികമായിട്ടുള്ള മേധാവിത്വം ഇല്ലാതായി എന്ന് പറയാം. ഏഷ്യയിലും ആഫ്രിക്കയിലൊക്കെ ഉണ്ടായിരുന്ന കോളനികൾ ശക്തമായ സമരങ്ങൾ വളരെ സ്ട്രോങ് ആക്കിയതാണ്. ലിബറേഷൻ മൂവ്മെന്റ്സ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക അല്ലേ സ്ട്രെങ്തൻഡ്. അവസാനം ഒരു പോയിന്റ് കൂടി പഠിക്കുക, ലോകത്ത് ഇനിയൊരു യുദ്ധം, ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞ് ഇനി വേൾഡ് വാർ ഉണ്ടാവരുത് എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിൽ ലീഗ് ഓഫ് നേഷൻസ് അഥവാ സർവ്വരാജ്യ സഖ്യം എന്ന് പറയുന്ന ഒരു ടീമിനെയും ഫോം ചെയ്തു അല്ലേ. ഗസ്റ്റ് ഓർത്തിരുന്നാൽ മതി. പിന്നെ എപ്പോഴും ചോദിക്കുന്ന ഒരു പോയിന്റ് ആണ് ട്രീറ്റി ഓഫ് വേഴ്സായി ഉടമ്പടി. ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. എന്താണ് വേഴ്സായി ഉടമ്പടി എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ ജയിച്ച രാജ്യങ്ങളും തോറ്റ രാജ്യങ്ങളൊക്കെ ഒരുമിച്ച് ചേർന്നു. അപ്പോൾ തോറ്റുപോയ രാജ്യങ്ങളിൽ പെട്ട പ്രധാനി ജർമ്മനിയാണ്. അപ്പോൾ ജയിച്ച എന്താണ് വിന്നിങ് അലീസ് എന്ന് പറയുന്ന ജയിച്ച രാജ്യങ്ങൾ തോറ്റുപോയ ജർമ്മനിയുടെ മേൽ ഒരുപാട് സാധനങ്ങൾ അടിച്ചേൽപ്പിച്ചു അല്ലേ. അതിനെയാണ്, ആ നിയമത്തെയാണ് ട്രീറ്റി ഓഫ് വേഴ്സായി ഉടമ്പടി എന്ന് പറയുന്നത്. പഠിച്ചിരിക്കണം. അപ്പോൾ വേഴ്സായി ഉടമ്പടി പ്രകാരം എന്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയോ, ജർമ്മനിയുടെ എന്ത് ചെയ്തു, ആർമി ഡിസാംഡ് അല്ലേ, സൈന്യം പിരിച്ചുവിട്ടു. യുദ്ധത്തിന്റെ മുഴുവൻ കുറ്റവും ആര് തലയിൽ വെച്ച് കൊടുത്തു, ജർമ്മനിയാണ് യുദ്ധത്തിന് കാരണമെന്ന് പ്രഖ്യാപിച്ചു. ആൻഡ് വാർ ഇൻഡെമിനിറ്റി, യുദ്ധ കുറ്റത്തിന്റെ ഫലമായിട്ട് അവരുടെ കയ്യിൽ നിന്ന് വലിയൊരു പൈസ ഈടാക്കി. ജർമ്മനിയുടെ കയ്യിലുണ്ടായിരുന്ന മൈൻസ്, ഖനികൾ, കോളനീസ്, ഇതൊക്കെ എന്ത് ചെയ്തു, ജയിച്ച രാജ്യങ്ങൾ ഡിവൈഡ് ചെയ്തെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ജർമ്മനി എന്ന രാജ്യത്തെ പൂർണ്ണമായും നശിപ്പിക്കാൻ കാരണമായിട്ടുള്ള അവരുടെ സ്വത്ത് മുഴുവൻ ജയിച്ച രാജ്യങ്ങൾ പിടിച്ചെടുത്തൊരു ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് വേഴ്സായി ഉടമ്പടി. നടന്ന വർഷം 1919. എക്കണോമിക് ഡിപ്രഷനെ കുറിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. 1990 ഏത് വർഷമാണ് നോക്കി നിങ്ങൾ, 1931 നമ്മൾ ഏതുണ്ടായിട്ടുള്ളത്, സോറി എക്കണോമിക് ഡിപ്രഷൻ, അതിൻ്റെ വർഷം ഏതായിരുന്നടാ, 1931 അല്ല 1929, 1929. ഒരു നിമിഷം ക്ലിയർ അറിയതാണ്. അപ്പോൾ എന്താണ്, അമേരിക്കയിൽ ഉണ്ടായിട്ടുള്ള എക്കണോമിക് ഡിപ്രഷൻ്റെ ഇമ്പാക്ട് ചോദിക്കാറുണ്ട്. ആ ഇമ്പാക്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, എപ്പോഴും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും അല്ലേ. നിങ്ങൾ ഈ ഒരു ഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ടോ, 1929 അമേരിക്കയിൽ ഉണ്ടായിട്ടുള്ള എക്കണോമിക് ഡിപ്രഷൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മളോട് പറയുന്നത്, നമുക്കറിയാം ആളുകളെ കയ്യിൽ എന്തില്ലാതായി മാറി, യുദ്ധം കൊണ്ട് ആളുകളെ കയ്യിൽ സാധനം വാങ്ങിക്കാൻ പണമില്ലാതായി മാറി. ആളുകൾ എന്ത് ചെയ്തു എന്ന് പറയുന്നത്, പോപ്പറായി മാറി എന്നാണ് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ പോപ്പർ എന്ന് പറയുന്ന ഒരു ടേം തന്നെ നമുക്ക് കാണാം, പാപ്പരായി മാറി എന്ന് പറയുന്നു. അതുകൊണ്ട് ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായി എന്ന് പറയുന്നു. ആളുകൾ സാധനങ്ങൾ വാങ്ങിക്കാതെ വന്നപ്പോൾ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്, ഗുഡ്സ് കെപ്റ്റ് ഇൻ ഫാക്ടറി, സാധനങ്ങൾ എവിടെ കിട്ടും, അൺസോൾഡ് ഇൻ ഫാക്ടറി, സാധനങ്ങൾ അല്ലെ ആരും വാങ്ങാതായപ്പോൾ അത് ഫാക്ടറികളിൽ കെട്ടിക്കിടന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അമേരിക്കൻ കയ്യിൽ നിന്നും വാങ്ങിച്ച പൈസ യൂറോപ്യന്മാർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തതും എന്നൊരു പ്രശ്നമായി മാറി. അമേരിക്കയിലെ ബാങ്കുകൾ തകർന്നു പോയി, ബാങ്ക്സ് കൊളാപ്സ്ഡ് അല്ലെ. ആ പോയിന്റൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഇൻഫ്ലേഷൻ ഒക്കെ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഈ പോയിന്റ് കൂടി പഠിച്ച് നമുക്ക് ഈ ഒരു ചെറിയ നമുക്ക് ഈ ഫസ്റ്റ് പാർട്ട് നമുക്ക് അവസാനിപ്പിക്കാം. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഫാഷിസം, ഫാഷിസത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം, 10 പോയിന്റ് ഇവിടെയുണ്ട്. ഏതെങ്കിലും ഒരു 4 പോയിന്റ് എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം.
ഒന്ന്, എൻറിഗോണിസം ടു ഡെമോക്രസി. ഫാസിസം എന്ന് പറയുന്നത് ജനാധിപത്യത്തോട് വിരോധമാണ്. ഒപ്പോസിഷൻ ടു സോഷ്യലിസം, സോഷ്യലിസത്തോട് എതിർപ്പാണ്. ആൻഡ് ഇവർ ഗ്ലോറിഫൈയിങ് ദ നാഷൻ, അവരെ സ്വന്തം രാജ്യത്തെ അവർ മഹത്വവൽക്കരിച്ചുകൊണ്ടിരിക്കും. എന്താണ്? പ്യൂരിറ്റി ഓഫ് റൈസ്, അഡോറിങ് ദ പ്യൂരിറ്റി ഓഫ് റൈസ്, അവർ വംശമഹിമ അവരിങ്ങനെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. ജസ്റ്റിഫൈയിങ് വാർ, യുദ്ധത്തെ അവരിങ്ങനെ യുദ്ധം വേണമെന്ന് ഫാസിസ്റ്റുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, യുദ്ധത്തെ മഹത്വവൽക്കരിക്കും. ഡിഫ്യൂഷൻ ഓഫ് ദി അഗ്രസീവ് നാഷണലിസം, തീവ്ര ദേശീയത പ്രചരിപ്പിക്കും. 2 പോയിന്റ് കൂടി പറയാം അല്ലെ. മിലിറ്ററി ഡിക്ടാറ്റർഷിപ്പ്, സൈനിക സ്വേച്ഛാധിപത്യം, സൈന്യത്തെ ഉപയോഗിച്ച് എതിർക്കുന്ന ആൾക്കാരെ ഇല്ലാതാക്കും. ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് പൊളിറ്റിക്കൽ റൈവൽസ്, രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ. എതിരാളികൾ ആരോ അവരൊക്കെ കൊന്നുകളയുന്ന ഒരു സിസ്റ്റം കൂടിയാണ് ഇവർക്ക് ഉണ്ടായിരുന്നത് എന്നതുകൂടി നമ്മൾ ഇവിടെ പഠിച്ചു വെക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇവിടെ പറയാനുള്ളത്. അപ്പം എന്ത് ചെയ്യാം, ഇതുപോലെ ഇനിയും ഇതിൻ്റെ ബാക്കി സാധനങ്ങളുമായിട്ട് നമ്മൾ വരും. താൽക്കാലികമായി നിർത്തുന്നു. ബൈ.